ഹലോ. സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് വസ്ത്രത്തിന്റെ നാളുവഴികളാണ്. നമുക്ക് വസ്ത്രങ്ങൾ എങ്ങനെ നോക്കാം. അതായത് ജീവജാലങ്ങൾ കടുത്ത അസന്യ തണുപ്പ് തുടങ്ങിയ സാധനം എങ്ങനെയാണ് അതായത് നമുക്ക് വസ്ത്രധാരണയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ചൂടിനെയും തണുപ്പിനെയും നമ്മൾ മാറ്റുന്നത് വസ്ത്രധാരണങ്ങളാണ്. നമുക്ക് വസ്ത്രം എന്തിനാ നമുക്ക് ഇടുന്നത് എനിക്കറിയാം. തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം മനുഷ്യർ ഉപയോഗിച്ച വസ്ത്രം നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ കാണുന്നുണ്ട്. എന്താണ് നോക്കാം. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നത് മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചത്. പുല്ല്, ഇലകൾ, മരത്തോൾ, മരപുരി, മൃഗങ്ങളുടെ തോൾ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിന്റെ ഉപകരണം ഉണ്ടാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകൾ ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചിയാണ് സഹായിച്ചത്. കൽസൂചി ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്, വസ്ത്രങ്ങൾ തുന്നിയത്. ഇനി നെയ്ത്ത് വിദ്യയിലേക്കാണ്. ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് എന്ത് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചത്. നമുക്ക് നോക്കാം. സിന്ധു നദീതടത്തിലെ വസ്ത്രം എന്താണ്? അത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അതായത് സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കുന്നവയാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതി പ്രതിഫലിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. അത് സിന്ധു നദീ സംസ്കാരത്തിലെ വസ്ത്രങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് അവിടുന്ന് കിട്ടിയ ഈ പ്രതിമകൾക്കെല്ലാം വസ്ത്രം ഉടുപ്പിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങൾ വ്യാപനത്തിന് ഇടയാക്കി. അതായത് മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് എന്ത് ചെയ്തു, വികാസം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ വസ്ത്രധാരണ രീതികൾ നമുക്കറിയാം. ആദ്യകാലത്തെ ഒരു വസ്ത്രധാരണത്തിന്റെ യന്ത്രമാണ് നൂൽപ്പ് യന്ത്രം എന്ന് പറയുന്നത്. പിന്നെ കൈത്തറിയിലേക്ക് മാറി. അതായത് കൈത്തറിയുടെ കണ്ടുപിടുത്തമാണ് വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയത്. അതായത് നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ടാണ് വസ്ത്രങ്ങൾക്ക് എന്ത് ചെയ്തത്, നിറങ്ങൾ നൽകിയത്. എന്താണ് പരുത്തി നോക്കാം. പരുത്തി നമുക്കറിയാം ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു ഏതാണ്? അതാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അപ്പൊ പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. പിന്നെ എന്താണ് ചണമാണ്. ചണം ചെടിയിൽ നിന്നാണ് എന്ത് ചെയ്തത്, ചണം ഉൽപ്പാദിക്കുന്നത്. ഒരു പ്രകൃതിദത്ത ഒരു നാരാണ് ചണം എന്നറിയാം. ലോകത്തിലെ ചണം കൃഷിയുടെ ഭൂരിഭാഗം ഇന്ത്യയുടെ ഫലപുഷ്ടിമായ ഗംഗാ തീരത്ത്. അതൊന്ന് ഓർത്തു വെക്കാം. അതായത് ലോകത്ത് തന്നെ ചണം കൃഷിയുടെ ഭൂരിഭാഗം ഇന്ത്യയുടെ ഗംഗാ തീരത്താണ്. ഓർക്കണം. വിദേശികൾ തുണി വ്യവസായത്തിൽ ഇന്ത്യയിൽ നിന്ന് ധാരാളമായി എന്ത് ചെയ്തിട്ടുണ്ട്, ചണം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്താണ് നീലം ചെടി എന്ന് പറയുന്നത്? ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നാണ് ചായം ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ കൈത്തറി കേന്ദ്രങ്ങളാണ്. ഇനി PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്? സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് ജെയിംസ് ഹാർഗീസ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ഈ യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗീസ് സ്പിന്നിങ് ജെന്നിയാണ്. അത് കൈകൾ കൊണ്ടുള്ള നൂൽ ഉൽപാദന കാലത്തെ വസ്ത്ര വ്യവസായത്തെ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം എന്ത് ചെയ്തു, നൂൽ ഉൽപാദനം വേഗത്തിലാക്കിയത് സ്പിന്നിങ് ജെന്നി കണ്ടുപിടുത്തത്തിലാണ്. ഇനി എന്താണ് യന്ത്രത്തറി? ഇതൊന്ന് നോക്കി വെച്ചോളൂ. എഡ്മണ്ട് കാർ റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. അത് വൈദ്യുതിയുടെയും മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെ സഹായത്താലാണ് യന്ത്രത്തറി എന്നത് പ്രവർത്തിച്ചത്. കൈത്തറിയേക്കാൾ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിക്കാൻ യന്ത്രത്തറി കഴിയും. ഇനി യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണമാണ്. അത് യന്ത്രവൽക്കരണ വസ്ത്രനിർമ്മാണത്തിന്റെ ഫലമായി തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലെത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അതായത് യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിച്ച തുണികൾ ഇന്ത്യയിൽ വിറ്റഴിച്ചു. ഇന്ത്യയിൽ എന്ത് ചെയ്തു, അസംസ്കൃത വസ്തു കൊണ്ടുപോയി അവിടെ നിന്ന് തുണി ഉണ്ടാക്കി വന്ന് ഇവിടെ വിറ്റഴിച്ചു. എന്താണ് യൂറോപ്പന്മാരെ പറ്റി നോക്കാം.
അതായത് ഭൂമിയിലെ 7 വൻകരയിൽ ഒന്നാണ് യൂറോപ്പ് എന്ന്. ഭൂമിയിലെ 7 വൻകരയിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്പർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസ്, അതേപോലെ ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാർ എന്നിവര്. ഇന്ത്യയിലെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടരിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇനി സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണത്തിന് കാര്യമായ സ്ഥിതിയിൽ സ്വാധീനിച്ചു. അതായത് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ എന്ത് ചെയ്തു? ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളാണ്. അതായത് വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായി ഉണ്ടാക്കിയ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത് ജന്തുക്കളിൽ നിന്നാണ്. പ്രകൃതിദത്ത ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനാരും ഉപയോഗിക്കുന്നു. അത് സസ്യങ്ങളിൽ നിന്ന് ഉദാഹരണമാണ് പരുത്തി, ചണം ചെടികളിൽ നിന്ന് പരുത്തി നാരും ചണനാരും. എന്താണ് കൃത്രിമ നാരുകൾ? അതാണ് പ്രധാനമായി നോക്കേണ്ടത്. കൃത്രിമ നാരുകളാണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉത്പാദിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉത്പാദിക്കുന്നത്. പൊതുവെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ഒരു ചുളിവുണ്ടാവുന്നില്ല എന്ന മേന്മയുമുണ്ട്. പോളിസ്റ്റർ ആയിക്കോട്ടെ, നൈലോൺ ആയിക്കോട്ടെ, റയോൺ ആയിക്കോട്ടെ, ഇതാണ് കൃത്രിമ നാരുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, വസ്ത്രങ്ങളൊക്കെ മാറി. ഇനി ഒരു പഴയ ഒരു കഥയിലേക്ക് പോവാം. അത് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ത് ചെയ്തു എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. അതായത് ഈ വിളംബരത്തെ വസ്ത്രങ്ങൾ ഉടുക്കാം, മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു വിളംബരമായിരുന്നു. അത് അന്ന് ജാതി വ്യവസ്ഥയിലെ ചില വിഭാഗങ്ങൾ ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്ന എന്ത് ചെയ്യുന്നു, പിന്നെ വിലക്ക് ഏർപ്പെട്ടിരുന്നു. എന്താണ് തിരുവിതാംകൂർ? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം എന്തായിരുന്നു? കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭാഗമായി. ഇനി എന്താണ് മേൽമുണ്ട് സമരം? അത് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർ കരുതപ്പെടുന്ന വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തിൽ തന്നെ ഈ അവകാശം നേടി നടത്തിയ സമരമായിരുന്നു മേൽമുണ്ട് സമരം. ഇനി വസ്ത്രം ഒരു സമരായുധം. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര പരിഷ്കരണം ഗാന്ധി എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാവുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരം സ്വദേശി വസ്ത്രം നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ആവശ്യപ്പെട്ടത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്വദേശി പ്രസ്ഥാനം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപാദനം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതായത് ബ്രിട്ടീഷ് നിർമ്മിക്കുന്ന വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കുക. എന്താണ് ഇന്ത്യയിലെ നിർമ്മിക്കുന്നത് അത് മാത്രം ഉപയോഗിക്കുക. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ആചരിച്ചു വരുന്നു. ഇതെന്താണ് ഖാദി പ്രസ്ഥാനം? 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖാദി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായത് കൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. നമ്മളെ ഇന്ന് പുതിയ രീതിയിൽ നമുക്ക് ഇന്ന് ഫാഷൻ ഡിസൈനിങ് പോലത്തെ ധാരാളം തൊഴിലവസരം തോന്നുന്നത്. ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ.